മുല്ലാ ഹസൻ സബക്ക് 34 പേജ് 27. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വഖദ് തുഖററു ثم قال في الحاشية ثم اعلم أنه قد تقرر الشبهة باعتبار نفس التصديق. പിന്നെ മുസന്നിഫ് മിൻഹി ആശയിൽ പറഞ്ഞു. എന്താ പറഞ്ഞത്? സുമ്മ അലം, പിന്നെ നീ അറിയുക, അന്നഹു നിശ്ചയം കാര്യം, ഖദ് തുഖററ ശുബ്ഹത്തു, ശുബ്ഹനെ ചിലപ്പോൾ തഖ്രീറാക്കപ്പെടും. ഏത് ശുബ്ഹ? ശക്കും മശൂർ എന്ന് പറഞ്ഞ മേൽപ്പറഞ്ഞ ശുബ്ഹനെ ചിലപ്പോൾ തഖ്രീറാക്കപ്പെടും. ബിഇഅ്തിബാരി നഫ്സി തസ്ദീഖി, നഫ്സു തസ്ദീഖിനെ പരിഗണിക്കൽ കൊണ്ട്. നഫ്സു തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തസ്ദീഖിന്റെ കുൻഹിനെ പരിഗണിക്കൽ കൊണ്ട്. അപ്പോ നേരത്തെ ശുബ്ഹനെ തഖ്രീറാക്കിയത് മുസന്നിഫ് തസ്ദീഖ് കൊണ്ട് മുസദ്ദഖ് ബിഹി എന്ന് ഉദ്ദേശിച്ചിട്ടാണ്. മുസദ്ദഖ് ബിഹി എന്ന് പറഞ്ഞാൽ നിസ്ബ, തസ്ദീഖാക്കപ്പെടുന്ന നിസ്ബ ഉണ്ടല്ലോ. അൽ ഇൻസാനു കാത്തിബൻ എന്നതിനെ തസ്ദീഖാക്കുമ്പോൾ ഇൻസാൻ കാത്തിബാണ് എന്ന ആ നിസ്ബ, അതാണ് മുസദ്ദഖ് ബിഹി. അതും അതുപോലെ തസവ്വുറും ഒന്നാണ് എന്ന് വരും. അങ്ങനെ തസ്ദീഖിന് മുസദ്ദഖ് ബിഹി എന്നാണ് ഉദ്ദേശമെങ്കിൽ എന്നും, ആ നിലക്കുള്ള മുസദ്ദഖ് ബിഹി എന്ന മാനാക്കുള്ള എന്ന എത്തിബാറ് കൊണ്ടുള്ള തസ്ദീഖും പിന്നെ തസവ്വുറും ഒന്നാകുമെന്നാണ്, ഇത്തിഹാദാകുമെന്നാണ് ഇവിടുത്തെ ശുബ്ഹന്റെ ഹാസില് എന്നും ആണ് മുസന്നിഫ് പറഞ്ഞത്. അതിവിടെയല്ല, മിൻഹിയ ആശയെ തന്നെ ഇതിന് മുമ്പ് പറഞ്ഞതായി ഹാമിഷിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഇബാറത്തുകളാണ് വഖദ് തുഖററു ശുബ്ഹത്തു ബിഇഅ്തിബാരിൽ മുസദ്ദഖ് ബിഹി വഹുവൽ മുറാദു ഹാഹുന എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസദ്ദഖ് ബിഹി എന്ന മാനാക്കുള്ള തസ്ദീഖിനെ ഇഅ്തിബാർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ശുബ്ഹനെ തഖ്രീറാക്കുന്നത്. അതാണ് ഇവിടെ മുറാദ് എന്ന് മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതാണ് ഇവിടെ മുറാദ് എന്ന് പറഞ്ഞതിന് ശേഷം ഷാരിഹ് ഇഅ്തിറാബാക്കുന്നുമുണ്ട്. അതാണ് മുറാദ്, മുസദ്ദഖ് ബിഹിന്റെ മാനാക്കാണ് മുറാദ് എന്ന് പറയേണ്ടതില്ല, നഫ്സു തസ്ദീഖിന്റെ മാനാക്കും വെച്ചുകൊണ്ട് തഖ്രീറാക്കാം എന്ന് പറയുന്നുണ്ട്. അതാണ് ഇവിടെ മുറാദ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വിഷയം. അതേസമയത്ത് നഫ്സു തസ്ദീഖിന്റെ മാനാക്കും പിന്നെ ശുബ്ഹനെ തഖ്രീറാക്കാം എന്ന് മുസന്നിഫ് തന്നെ സമ്മതിക്കുന്നുണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. ഖദ് തുഖററു ശുബ്ഹത്തു ബിഇഅ്തിബാരി നഫ്സി തസ്ദീഖി, നഫ്സു തസ്ദീഖിനെ ഇഅ്തിബാർ ചെയ്യൽ കൊണ്ട് ശുബ്ഹ തഖ്രീറാക്കപ്പെടും. നഫ്സു തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തസ്ദീഖിന്റെ കുൻഹ്. അപ്പോ അത്തസവ്വുറു യതഅല്ലഖു ബികുല്ലി ഷൈഇൻ, തസവ്വുർ എല്ലാ ഷൈഇനോടും ബന്ധിക്കും എന്ന് പറയുമ്പോൾ തസ്ദീഖിനോടും ബന്ധിക്കും. തസ്ദീഖിനോട് ബന്ധിക്കുന്ന പറഞ്ഞാൽ നഫ്സു തസ്ദീഖിനോട് ബന്ധിക്കും. നഫ്സു തസ്ദീഖ് എന്ന് പറഞ്ഞാൽ തസ്ദീഖിന്റെ കുൻഹിനോട് ബന്ധിക്കും. തസ്ദീഖിന്റെ കുൻഹ് എന്താണ്? ഇത് ആനാണല്ലോ. ഇത് ആൻ നിസ്ബത്തിൽ ഖബരിയത്താണ് തസ്ദീഖിന്റെ കുൻഹ്. അപ്പൊ അതിനോട് തസവ്വുർ ബന്ധിക്കും എന്ന് പറയുമ്പോൾ തസ്ദീഖിന്റെ കുൻഹും പിന്നെ തസവ്വുറും ഒന്നാണെന്ന് വരും. അതും മുഹാൽ തന്നെയാണ്. തസവ്വുറും തസ്ദീഖും, തസവ്വുറും തസ്ദീഖിന്റെ കുൻഹും മുത്തബായിനാനിയാണ് എന്ന് മേലെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഫയതഅല്ലഖു ബികുല്ലി ഷൈഇൻ എന്ന് പറയുമ്പോൾ തസ്ദീഖിനോടും ബന്ധിക്കും. തസ്ദീഖിന്റെ ഉദ്ദേശം കുന്നു തസ്ദീഖാണെന്നും വെച്ചാൽ തസ്ദീഖിന്റെ കുൻഹും ആരും തസവ്വുറും ഒന്നാണെന്ന് വരും എന്ന് ഇഷ്കാലിന് തഖ്രീറാക്കപ്പെടും. ശുബ്ഹനെ ശക്കും മശൂറിനെ തഖ്രീറാക്കപ്പെടും. വഹീനഇദിൻ, ആ സമയത്ത്, നഫ്സു തസ്ദീഖിനെ ഇഅ്തിബാർ ചെയ്തുകൊണ്ട് ശുബ്ഹനെ തഖ്രീറാക്കുന്ന നേരത്ത് ഫൽ ജവാബു, ശുബ്ഹന്റെ ജവാബാകുന്നത് അന്ന തഅല്ലുഖ ബികുല്ലി ഷൈഇൻ, എല്ലാ ഷൈഇനോടും ബന്ധിക്കലാകുന്നത് ലാ യസ്തൽസിമു, അത് ലാസിമാക്കൂല അത്തഅല്ലുഖ ബികുല്ലി വജ്ഹിൻ, എല്ലാ വിധേനയും തഅല്ലുഖാകുന്ന ലാസിമാക്കൂല എന്ന് പറഞ്ഞാൽ
ആ ജവാബിന്റെ ഹാസില് ഫയതഅല്ലഖു ബികുല്ലി ഷൈഇൻ തസവ്വുർ എല്ലാ ഷൈഇനോടും ബന്ധിക്കും എന്നതിൽ ആരുൾപ്പെടൂല? തസ്ദീഖിന്റെ കുൻഹിനോട് ഉൾപ്പെടൂല. അതായത് തസ്ദീഖിന്റെ കുൻഹിനോട് ബന്ധിക്കും എന്നുദ്ദേശമല്ല. എല്ലാ ഷൈഇനോടും ബന്ധിക്കും പറയുമ്പോൾ എല്ലാ ഷൈഇനോടും എല്ലാ നിലക്കും ബന്ധിക്കുമെന്നില്ല. തസ്ദീഖിന്റെ നഫ്സിനോട് ബന്ധിക്കും, തസ്ദീഖിനോട് ബന്ധിക്കും. അതേസമയത്ത് തസ്ദീഖിന്റെ കുൻഹു കൊണ്ട് ബന്ധിക്കൂല. അപ്പൊ തസവ്വുർ തസ്ദീഖിന്റെ കുൻഹിനോട് ബന്ധിക്കുകയില്ല എന്ന് സമ്മതിച്ചുകൊണ്ടാണ് ആ ജവാബ്. തസവ്വുർ തസ്ദീഖിന്റെ കുൻഹിനോട് ബന്ധിക്കൂല. അപ്പൊ എല്ലാ വസ്തുവിനോടും ബന്ധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശം എല്ലാ നിലക്കും ബന്ധിക്കുമെന്നില്ല. തസ്ദീഖിനോട് ബന്ധിക്കുന്നത് തസ്ദീഖിന്റെ ബിൽവജ്ഹ് മാത്രമാണ്. ബിൽകുൻഹ് തസ്ദീഖിനോട് ബന്ധിക്കൂല. അപ്പൊ ഇനി എന്ത് വരൂല? തസ്ദീഖിന്റെ കുൻഹും തസവ്വുറും ഒന്നാണെന്ന് വരൂല. നേരത്തെ മുത്തബായിനാനിയാണെന്ന് പറഞ്ഞത് തസവ്വുറും തസ്ദീഖിന്റെ കുൻഹുവാണ്. അത് രണ്ടും ഒന്നാണ് എന്ന് ഫയതഅല്ലഖു ബികുല്ലി ഷൈഇൻ എന്നതുകൊണ്ട് വരൂല. അന്ന തഅല്ലുഖ ബികുല്ലി ഷൈഇൻ എല്ലാ വസ്തുവിനോടും ബന്ധിക്കൽ ലാ യസ്തൽസിമു അത് ലാസിമാക്കൂല തഅല്ലുഖ ബികുല്ലി വജ്ഹിൻ എല്ലാ വിധേനയും എല്ലാ രൂപത്തിലൂടെയുള്ള തഅല്ലുഖിനെ ബന്ധിക്കൂല, ലാസിമാക്കൂല. എല്ലാ രൂപത്തിലും പറഞ്ഞാല് ബിൽവജുഹും ബിൽകുൻഹും ഒക്കെ ബന്ധിച്ചോളന്നില്ല. എല്ലാത്തിനോടും ബന്ധിക്കും, എല്ലാ നിലക്കും ബന്ധിച്ചോളന്നില്ല. തസ്ദീഖിനോട് ഏതൊക്കെ ബന്ധിക്കുള്ളൂ? ബിൽവജിഹെ ബന്ധിക്കുന്നുള്ളൂ. ഫയജൂസു അൻ യംതനിഅ തഅല്ലുഖുഹു അപ്പൊ തസവ്വുർ ബന്ധിക്കൽ മുംതനിയാകൽ ജായിസാകും ബി ഹഖീഖത്തി തസ്ദീഖി വ കുൻഹിഹി തസ്ദീഖിന്റെ ഹഖീഖത്തിനോടും കുൻഹിനോടും ബന്ധിക്കൽ മുംതനിയാകൽ ജായിസാകും. അപ്പോ തസ്ദീഖിന്റെ ഹഖീഖത്ത് കുൻഹിനോട് ആര് ബന്ധിക്കുന്നില്ല? തസവ്വുർ ബന്ധിക്കുന്നില്ല. വയജൂസു തഅല്ലുഖു ബിഇതിബാരി വജ്ഹിഹി വ റസ്മിഹി എന്നാൽ തസ്ദീഖിന്റെ വജ്ഹിനെയും റസ്മിനെയും പരിഗണിക്കൽ കൊണ്ട് തഅല്ലുഖ് ജായിസാവുകയും ചെയ്യും. അപ്പൊ എല്ലാ വസ്തുവിനോടും തസവ്വുർ ബന്ധിക്കും. പക്ഷെ ചിലതിനോട് കുൻഹുകൊണ്ട് ബന്ധിക്കൂല എന്ന് മാത്രം. എല്ലാത്തിനോടും ബന്ധിക്കും. അത് ബിൽകുൻഹോ ബിൽവജ്ഹോ ഏതെങ്കിലും രൂപത്തിലുള്ള തഅല്ലുഖ് എല്ലാത്തിനോടും ഉണ്ടാവും. തസ്ദീഖിനോടുള്ളത് വജ്ഹ് റസ്മു കൊണ്ട് മാത്രമാണ്, കുൻഹു കൊണ്ടില്ല. അപ്പോ തസവ്വുറിന്റെ കുൻഹും തസ്ദീഖിന്റെ കുന്നും തസവ്വുറും ഒന്നാണെന്ന് വരൂല, ഇത്തിഹാദ് വരൂല. അത് തസ്ദീഖിനോട് മാത്രമല്ല, തസവ്വുർ കുൻഹു കൊണ്ട് ബന്ധിക്കാത്തത് വേറെയും ചിലതുണ്ട്. അപ്പോ കുൻഹു കൊണ്ട് ബന്ധിക്കൂല, വജ്ഹ് കൊണ്ടേ ബന്ധിക്കുള്ളൂ, എല്ലാ നിലക്കും ബന്ധിച്ചോളണമെന്നില്ല എന്നതിന് തഈദായിക്കൊണ്ട് പറയാം. അലാ തറ നീ കാണുന്നില്ലേ അന്ന ഹഖീഖത്തൽ വാജിബി തആല വാജിബ് തആലാന്റെ ഹഖീഖത്താകുന്നത് കുൻഹാകുന്നത് മുംതനിയുൻ തസവ്വുറുഹ അതിനെ തസവ്വുറാക്കൽ മുംതനിയാണ്. ബിൽകുൻഹ് തസവ്വുറാക്കൽ മുംതനിയാണ്. അത് നമ്മൾ മുമ്പ് വിവരിച്ചല്ലോ. അല്ലാഹു തആലാനെ ബിൽകുൻഹ് ഹഖീഖത്ത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, തസവ്വുറാക്കാൻ പറ്റൂല. അപ്പൊ അതുപോലെ തന്നെ തസ്ദീഖിന്റെ കുന്നോട് എന്ത് ചെയ്യൂല, തസവ്വുർ ബന്ധിക്കൂല. വൈനമ യജൂസു ബിൽ വജ്ഹി അല്ലാഹുവിന്റെ വാജിബ് തആലാന്റെ ഹഖീഖത്തിനോട് ബിൽ വജ്ഹി എന്താവുള്ളൂ, തസവ്വുർ ബന്ധിക്കുള്ളൂ. അതുപോലെ വന്ന മാനൽ ഹുറൂഫി ഹർഫുകളുടെ മാനകൾ യംതനിയ തസവ്വുറുഹ ആ മാനകളെ തസവ്വുറാക്കൽ മുംതനിയാകും വഹദഹ മാനകളെ സ്വന്തം. വൈനമ യജൂസു നിശ്ചയം ഹർഫുകളുടെ മാനകൾ തസവ്വുറാക്കൽ ജായിസാവും ബഅദ ദമ്മി ദമീമത്തിൻ ഇലൈഹ ആ ഹർഫുകളിലേക്ക് ഒരു കൂട്ടപ്പെടുന്ന എന്തെങ്കിലും ഒരു കലിമത്തിന് കൂട്ടൽ കൊണ്ടല്ലാതെ. ഹർഫിന് സ്വന്തം മാനല്ലല്ലോ, മറ്റൊന്നിനോട് കൂടുമ്പോഴേ മാന ഉണ്ടാവുള്ളൂ. അപ്പോ അതുപോലെയാണ് തസ്ദീഖിന്റെ കുൻഹിനോട് തസവ്വുർ ബന്ധിക്കൂല. അത് ആ നിലക്കാണ് മുസന്നിഫ് അതിനെ മറുപടി പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല. തസ്ദീഖിന്റെ കുൻഹിനോട് ബന്ധിക്കാതിരിക്കാൻ എന്താണ്? അള്ളാഹുവിന്റെ കുന്നിനോട് ബന്ധിക്കാത്തത് അത് അള്ളാഹുവിന്റെ കുന്ന് തസവ്വുറാക്കൽ മുഹാലായതുകൊണ്ടാണ്.
അതുപോലെ അള്ളാഹുവിന്റെ അതുപോലെ ഹർഫുകളെ മാനകൾ തസവ്വറാക്കാൻ പറ്റാത്തത് ഹർഫുകൾക്ക് സ്വയം ഇസ്തിഖ്ലാലില്ലാത്തത് കൊണ്ടാണ്. അതുപോലെ അല്ലല്ലോ തസ്ദീഖിന്റെ കുൻഹ്. അപ്പൊ തസ്ദീഖിന്റെ കുൻഹിനെ തസവ്വറാക്കാൻ പറ്റൂല എന്ന് പറയുന്നത് ശരിയല്ല. ഫതദബ്ബർ, അതാണ് ചിന്തിക്കാൻ പറഞ്ഞത്. അഖൂലു, ഞാൻ പറയുന്നു, ബിതൗഫീഖില്ലാഹി തആല തൗഖീഫിഹി, അല്ലാഹു തആലാന്റെ തൗഫീഖ് കൊണ്ടും തൗഖീഫ് കൊണ്ടും, അല്ലാഹു നിർത്തുക, അല്ലാഹു അറിയിക്കുക, അല്ലാഹുവിന്റെ അറിയിപ്പ് കൊണ്ടും അല്ലാഹുവിന്റെ ഉദക്കം കൊണ്ടും ഞാൻ പറയുന്നു. എന്താണ് പറയുന്നത്? ഇത് ശുബഹനെ തസ്ദീഖിന്റെ നഫ്സിനോട് തസവ്വുറിനെ ബന്ധിക്കലിനെ ഇഅ്തിബാർ ചെയ്തുകൊണ്ട് തന്നെ തസ്ദീഖിന്റെ കുൻഹിനോട് ബന്ധിക്കൂല എന്നാണ് മുസന്നിഫ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു റദ്ദ് കൂടി ഉദ്ദേശിച്ചുകൊണ്ട് തസ്ദീഖിന്റെ നഫ്സിനോട് കുൻഹിനോട് തസവ്വുർ ബന്ധിക്കും എന്ന ഇഅ്തിബാർ കൊണ്ട് ശുബഹനെ തഖ്രീറാക്കുകയാണ്, ശക്കും മശൂറിനെ തഖ്രീറാക്കുകയാണ്. എന്താണ്? അന്നൽ ഖളിയത്ത് ഷർത്തിയ്യത്ത, ഷർത്തിയായ ഖളിയ. ഏതാ ഷർത്തിയായ ഖളിയ? അന്നൽ ഖളിയത്ത് ഷർത്തിയ്യത്താണെങ്കിൽ ബദലാക്കുക. ലൗ തുസവ്വിറ തസ്ദീഖു യൽസമു ഇത്തിഹാദു അഹദുൽ മുതബായിനൈനി, യൽസമു ഇത്തിഹാദു അഹദിൽ മുതബായിനൈനി ബിൽ ആഖിരി എന്ന ഷർത്തിയ. അതൊരു ഷർത്തിയ ഖളിയ. ലൗ തുസവ്വിറ തസ്ദീഖു യൽസമു ഇത്തിഹാദു അഹദിൽ മുതബായിനൈനി ബിൽ ആഖിരി, തസ്ദീഖിനെ തസവ്വുറാക്കപ്പെട്ടാൽ യൽസമു ലാസിമാവും ഇത്തിഹാദു അഹദിൽ മുതബായിനൈനി, മുതബായിനൈനിയിൽ നിന്ന് ഇത്തിഹാദാകൽ ബിൽ ആഖിരി, മറ്റതിനോട്. മുതബായിനൈനിയാണ് തസവ്വുർ, തസ്ദീഖ് രണ്ട് മുതബായിനൈനിയാനവാണ്. രണ്ടിൽ നിന്ന് ഒന്ന് മറ്റേതിനോട് ഇത്തിഹാദാകൽ ലാസിമാകും എന്ന ഒരു ഷർത്തിയ ഖളിയ. ഈ ഷർത്തിയ ഖളിയ എന്ന് കിട്ടി, അത് ഷക്കിന്റെ ഹാസിലാണ്. ഷക്കിന്റെ ഹാസിൽ എന്നതാണല്ലോ, തസ്ദീഖിനോട് തസവ്വുർ ബന്ധിക്കുകയാണെങ്കിൽ മുതബായിനൈനി ഇത്തിഹാദാകൽ ലാസിമാകും എന്നതാണ്. ഈ ഒരു ഷർത്തിയായ ഖളിയ ബാത്തിലത്ത്, അത് ബാത്തിലായ ഖളിയാണ് ബില്ലറൂറത്തി, ബദാഹത്ത് കൊണ്ട്. തസ്ദീഖിനെ തസവ്വുറാക്കിയാൽ മുതബായിനൈനി ഇത്തിഹാദാകും എന്നത് ബാത്തില, നിരർത്ഥകമായ ഒരു ഖളിയാണ്, ഷർത്തിയ ഖളിയാണ്. എന്തുകൊണ്ടാണത് ബാത്തിലത്തായത്? പിന്നെ ഷർത്തിയന്റെ സിദ്ഖിന് മുഖദ്ദമിന്റെ ഇംകാൻ ലാസിമാണ്. ഷർത്തിയായ ഖളിയ സാദിഖാകണമെങ്കിൽ അവിടെ മുഖദ്ദമ് മുംകിനാവണം, ഇംകാന് ഉള്ളതാകണം. ഇവിടെ ഇംകാനില്ല. മുസന്നിഫ് വാദിച്ചതനുസരിച്ച് തസ്ദീഖിന്റെ കുൻഹിനോട് തസവ്വുർ ബന്ധിക്കൂല. അപ്പോ ഇവിടെ മുഖദ്ദം എന്തില്ല, ഇംകാനില്ല എന്നതുകൊണ്ടാണോ ഇവിടെ ബാത്തിലായത്? അല്ല, അതുകൊണ്ടല്ല. കാരണം ഷർത്തിയായ ഖളിയ സാദിഖാകാന് മുഖദ്ദമിന്റെ ഇംകാന് ഷർത്തൊന്നുമില്ല. അതാ പറഞ്ഞത്, ലാലി അന്ന സിദ്ഖൽ ഷർത്തിയത്തി, ഷർത്തിയായ ഖളിയ സാദിഖാകലാകുന്നത് യസ്തൽസിമു ഇംകാനുൽ മുഖദ്ദമി, മുഖദ്ദമിന്റെ ഇംകാനെ ലാസിമാക്കും എന്നതുകൊണ്ടല്ല ബാത്തിലായത്. വലിയ അദമിൽ അലാഖത്തി, മറിച്ച് അലാഖത്തില്ലാത്തത് കൊണ്ടാണ്. മുഖദ്ദമ മുംകിനല്ലാത്തത് കൊണ്ടല്ല. കാരണം എന്താണ്? മുഖദ്ദമ മുംകിനല്ലാത്ത പല ഷർത്തിയ ഖളികളും ഉണ്ടാകുന്നുണ്ട് സാദിഖാൻ. ഇപ്പോ ഇൻകാന സെയ്ദുൻ ഹിമാറൻ കാന നാഹിഖൻ, അതൊരു ഷർത്തിയ ഖളി, അത് സാദിഖല്ലേ. സെയ്ദ് ഹിമാറാണെങ്കിൽ അവൻ നാഹിഖാവും. അവിടെ സെയ്ദ് ഹിമാറാകുക എന്നുള്ളത് മുംതനിയാണ്. എന്നാലും ആ ഷർത്തിയ ഖളിനെ പറ്റി സാദിഖെന്നാ പറയാം. അപ്പോ പിന്നെ ഇവിടെ മുഖദ്ദമ മുംകിനല്ലാത്തത് കൊണ്ടല്ല, ഇംകാനാകൽ ലാസിമാകും എന്നതുകൊണ്ടല്ല ബാത്തില എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാ പിന്നെ? ഇവിടെ മുഖദ്ദമിന്റെയും താലിന്റെ അടുക്ക് അലാഖത്ത് ബന്ധമില്ലാത്തത് കൊണ്ടാണ്. വലിയ അദമിൽ അലാഖത്തി, മുഖദ്ദമിന്റെയും താലിയുടെയും ഇടയിൽ ബന്ധമില്ലാത്തത് കൊണ്ടാണ്. മുഖദ്ദമിന്റെയും താലിയുടെ അടുക്ക് ബന്ധം ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഒന്ന് ഇല്ലത്തും മറ്റേത് മാലൂലും ആകാം. മുഖദ്ദമ താലി രണ്ടിൽ നിന്ന് ഒന്ന് ഇല്ലത്തും മറ്റേത് മാലൂലും ആകണം. ഇവിടെ അങ്ങനെ ഇല്ലത്തും മാലൂലും ഒന്നും ആയിട്ടില്ല.
ഏത് കമാ യഹ്കുമുൽ അഖ്ലു ബിൽ ദറൂറത്തി, ദറൂറത്ത് കൊണ്ട് അഖ്ലു ഹുക്മ് ചെയ്യും പോലെ അലാഖത്തില്ല എന്ന്. അല്ലല്ല, കമാ യഹ്കുമുൽ അഖ്ലു, അഖ്ല് വിധിക്കും പോലെ. അതിന് വേറെ നദീർ പറയാം, അങ്ങനെ അലാഖത്തില്ലാത്തത് കൊണ്ട് ബാത്തിലായിന്. കമാ യഹ്കുമുൽ അഖ്ലു, അഖ്ല് വിധിക്കും പോലെ ബിൽ ദറൂറത്തി, ദറൂറത്ത് കൊണ്ട്, ബി കദിബി ഖൗലിന, നമ്മുടെ കൗല് കാദിബാകൽ കൊണ്ട് അഖ്ല് വിധിക്കും പോലെ. ഏത് കൗല്? ലൗ തുസുവിറ സവാദു ബി കുൻഹിഹി യൽസമു അൻ യകൂന ഐനൽ ബയാദ് എന്നൊരു ഷർത്തി ഒരാൾ പറഞ്ഞാൽ അത് കാദിബാണെന്ന് ആർക്കും തിരിയല്ലോ, അത് ബദിഹിയല്ലേ. തസവുർ, സവാദിനെ തസവുറാക്കപ്പെട്ടാൽ, ബി കുൻഹി, സവാദിനെ അതിന്റെ കുൻഹു കൊണ്ട് തസവുറാക്കപ്പെട്ടാൽ യൽസമു അൻ യകൂന ഐനൽ ബയാദ്, അത് ബയാദിന്റെ ഐനാകണമെന്ന് ഒരാൾ പറഞ്ഞു. അത് മഹാപോയത്താണല്ലോ. സവാദിനെ അതിന്റെ കുൻഹു കൊണ്ട് തസവുറാക്കിയാൽ അത് ബയാദിന്റെ ഐനാകുമോ? ആവൂല. അപ്പൊ അത് പിന്നെ എന്തുകൊണ്ടാ ആ ഷർത്തിയെ കാദിബാണെന്ന് ദറൂറത്തുകൊണ്ട് അഖ്ലു ഹുക്മ് എന്തുകൊണ്ട് അവിടെ അലാഖത്തില്ലാത്തതുകൊണ്ട് തസവുർ സവാദിന്റെയും പിന്നെ ഐനുൽ ബയാദിന്റെയും എടുക്കുന്നില്ല, അലാഖത്തില്ല, അതായത് ഇല്ലിയത്തില്ല എന്ന പോലെയാണ് ഇവിടെയും. രണ്ടിന്റെ അടുക്ക് ഇല്ലത്ത് പിന്നെ അലാഖത്തില്ലാത്തത് കൊണ്ട് ആ ഷർത്തിയ ഖദിയ ബാത്തിലാണ് എന്നാദ്യം പറഞ്ഞു വെക്കുക. എന്നിട്ട് എന്താ, അതുകൊണ്ട് ഇപ്പൊ എന്താണ് അത് പറയും. വഹാദിഹി ഷർത്തിയത്തു അൽ കാദിബത്തു, ഈ കാദിബത്തായ ഷർത്തിയ ലാസിമത്തുൻ, അത് ലാസിമാണ്. ലിൽ ഖൗലി ബി തബായുനി, തബായുന് കൊണ്ടുള്ള ഖൗലിന് ലാസിമാണ്. അതായത് തസവുറും തസ്ദീഖും തമ്മിൽ തബായുനുണ്ട്. തസവുറും തസ്ദീഖും മുത്തബായിനാനിയാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിന് ലാസിമാകുന്ന ഒരു കഥയാണ് ഈ കഥയ. ലൗ തുസുവിറ തസ്ദീഖു, രണ്ടും തബായിനാണ് എന്ന് വെക്കുമ്പോൾ അയിമ ലാസിമായി വരുന്നതാണ് ഈ കഥയ. ലൗ തുസുവിറ തസ്ദീഖു യൽസമു ഇത്തിഹാദു അഹദിൽ മുത്തബായിനൈനി. അപ്പോ മുത്തബായിനൈനിയാണ് എന്നത് ആരാണ്? മൽസൂമാണ്. ഈ കഥയ ലാസിമാണ്. എന്നാൽ ലാസിമായി കഥയ ബാത്തിലാണ് താനും. അപ്പൊ ലാസിം ബാത്തിലായാൽ ആര് ബാത്തിലാകണം? മുത്തബായിനൈനിയാണ് എന്ന മൽസൂം ബാത്തിലാകണം. അപ്പൊ മുത്തബായിനാനിയാണ് എന്ന് പറഞ്ഞത് പൊളിഞ്ഞു. എന്തുകൊണ്ട്? പിന്നെ എല്ലാത്തിനോടും താലൂക്കാകും എന്ന് പറയും. വഹാദിഹി ഷർത്തിയത്തുൽ കാദിബത്തു ലാസിമത്തുൽ ലിൽ ഖൗലി ബി തബായുനി, തബായുന് കൊണ്ടുള്ള ഖൗലിന് ലാസിമാണ് ഈ ഷർത്തിയത്ത്. മഅലിമാമി ബഅദിൽ മുഖദ്ദിമാത്തിൽ ഹഖത്തി, ചില ഹക്കായ മുഖദ്ദിമകൾ കൂട്ടലോടുകൂടെ ഇലൈഹി, ആരിലേക്ക്? തബായിന് കൊണ്ടുള്ള കൗലിലേക്ക് ചില മുഖദ്ദിമകൾ കൂടി കൂട്ടുമ്പോഴാണ് എന്താകുക? ലാസിമാകുക. ഇന്ദിമാമി ബഅദിൽ മുഖദ്ദിമാത്തി, ചില മുഖദ്ദിമകൾ കൂടലോടുകൂടെ ഹക്കായ ചില മുഖദ്ദിമകൾ ഇലൈഹി തബായിന് കൊണ്ടുള്ള കൗലിലേക്ക്. അതേതാണ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞ തസവുർ യതഅല്ലഖു ബികുല്ലി ഷൈഇൻ എന്നതാണ്. ഒന്ന്, എല്ലാറ്റിനോടും ബന്ധിക്കും എന്ന് മത്തനിൽ പറഞ്ഞതും, പിന്നെ ഇൽമും മാലൂമും ആരാണ്? ഒന്നാണ് എന്നതും എന്നൊക്കെ പറഞ്ഞ മുഖദ്ദിമകളുണ്ടല്ലോ. ആ മുഖദ്ദിമകൾ കൂട്ടി പിന്നെ മുത്തബായിനൈനിയാണ് എന്ന് പറയുമ്പോൾ അതിന് ലാസിമാകുന്ന ഒരു ഷർത്തിയായ കഥയാണ് ലൗ തുസുവിറ തസ്ദീഖു ലസിമ ഇത്തിഹാദു അഹദിൽ മുത്തബായിനൈനി ബിൽ ആഖിരി എന്നത്. അതാണെങ്കിൽ ആ ഷർത്തിയാണെങ്കിലോ ബാത്തിലാണ്. ഫദാലിക്കൽ ഖൗലു ബാത്തിലുൻ, അപ്പൊ മുത്തബായിനൈനിയാണ് എന്ന ഖൗല് ബാത്തിലാണ്. എന്തുകൊണ്ട്? ഫഇന്ന ഇസ്തിഹാലത്തൽ ലാസിമി, ലാസിമ് മുഹാലാകൽ യസ്തൽസിമു, അത് ലാസിമാക്കും. ഇസ്തിഹാലത്തൽ മൽസൂമി, മൽസൂമ് മുഹാലാകലിനെ ലാസിമാക്കും. ഫതഫക്കർ, ഇത് നീ ചിന്തിച്ചു. ഫഇന്നഹു ദഖീഖ്, അത് വളരെ ദിഖത്തുള്ള ഒരു വിഷയമാണ്. ഇങ്ങനെ എന്ത് ചെയ്യാം? ശുബ്ഹനെ തഖ്രീറാക്കാം. അങ്ങനെ തഖ്രീറാക്കുമ്പോൾ അവിടെ ബിൽകുൻഹ്, തസ്ദീഖിന്റെ കുൻഹിനോട് തസവുർ ബന്ധിക്കലിനെ ഇത്തിബാർ ചെയ്യുമ്പോൾ ചെയ്യുന്നതനുസരിച്ചും ശുബ്ഹ തഖറുറാവും. അത് മുസദ്ദഖ് ബിനെ ഇത്തിബാർ ചെയ്തുകൊണ്ടാലും കുഴപ്പമില്ല എന്ന്.
സുമ്മ തഈനുൽ ഖൗലി ഫി ശുബ്ഹത്തി സുമ്മ തഈനുൽ ഖൗലി ഫി ശുബ്ഹത്തി, പിന്നെ ശുബ്ഹയിലുള്ള ശക്കും മശൂലുള്ള ഖൗലിനെ നിജപ്പെടുത്തൽ, ബിത്തസ്ദീഖി തസ്ദീഖ് കൊണ്ട് നിജപ്പെടുത്തൽ. ബിത്തസ്ദീഖിന്റെ താലൂക്ക് തഈനോട്. ഏത് മാനാക്കുള്ള തസ്ദീഖ്? ബി മാനൽ മുസദ്ദഖ് ബിഹി, മുസദ്ദഖ് ബിഹിന്റെ മാനാക്കുള്ള തസ്ദീഖ് കൊണ്ട് ശുബ്ഹയുള്ള ഖൗലിനെ തഈനാക്കൽ. അങ്ങനെ ആരാ തഈനാക്കിയത്? കമാ വഖഅ ഫിൽ ഹാശിയത്തി, മിൻഹിയ ഹാശിയയിൽ സംഭവിച്ചതുപോലെ. മിൻഹിയ ഹാശിയയിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മിൻഹിയ ഹാശിയയിൽ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട് മുസദ്ദഖ് ബിഹിനെ ഇത്തിബാർ ചെയ്തുകൊണ്ടാണ് ഈ ശുബ്ഹ വരുന്നത്, അതാണ് ഇവിടെ മുറാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്പറിൽ എഴുതിയതാ. വഖത്തു ഖററു ശുബ്ഹത്തു ബിഇത്തിബാരിൽ മുസദ്ദഖ് ബിഹി വഹുവൽ മുറാദു ഹാഹുനാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ മുസദ്ദഖ് ബിഹിന്റെ മാനാക്കുള്ള ഇത്തിബാർ ചെയ്യൽ കൊണ്ടുള്ള തസ്ദീഖ് കൊണ്ട് ശുബ്ഹാൻ എന്താക്കി? തഈനാക്കി മുസന്നിഫ്. അത് ആ തഈനാക്കിയത് ശരിയായില്ല എന്നാ പറയുന്നത്. ഇൻകാന തഈനാണെങ്കിൽ ബിന്നദരി ഇല മുഹസ്സലിൽ ഹല്ലി അല്ലാത്തി ഇല ബിന്നദരി ഇല അന്ന ബിന്നദരി ഇല അന്ന മുഹസ്സലൽ ഹല്ലിലാത്തി, ശേഷം വരുന്ന ഹല്ല്, ഈ ശക്കും മശൂറിന്റെ ഹല്ല് താഴെ വരുന്നുണ്ടല്ലോ, അതിന്റെ ജവാബ്, ആ ഹല്ലിന്റെ മുഹസ്സല്, ആ ഹല്ലിന്റെ മുഹസ്സല്, ഹല്ലിനാൽ ഹാസിലാക്കപ്പെട്ട അതിന്റെ വൽ ഹാസില് ആകുന്നത് ലാ യജ്രി, അത് നടക്കൂല. ബിത്തസ്ദീഖി ബിമാനൽ ഇദ്ആനി, അതാണ് പിന്നെ നഫ്സു തസ്ദീഖ്. നഫ്സു തസ്ദീഖിന്റെ മാനാക്കുള്ള ഇദ്ആന്റെ മാനാക്കുള്ള തസ്ദീഖിൽ നടക്കൂല. ഹല്ലിൽ വരാൻ പോകുന്ന, ഹല്ലിൽ പറയാൻ പോകുന്നതിന്റെ മുഹസ്സല് അത് നഫ്സു തസ്ദീഖിന്റെ മാനാക്കുള്ള തസ്ദീഖിൽ നടക്കൂല എന്നതിലേക്ക് നോക്കൽ കൊണ്ടാണെങ്കിൽ ഫദാലിക ബാത്തിലുൻ, അത് ബാത്തിലാണ്. ഖത്അൻ നിലക്ക് ബാത്തിലാണ്. കമാ സയത്തി ഫദാലിക ബാത്തിലുൻ ഖത്അൻ, അത് ഖത്അൻ ബാത്തിലാണ്. ഇദാന്റെ മാനാക്കുള്ള തസ്ദീഖില് ഹല്ലിന്റെ മുഹസ്സല് നടക്കൂല എന്നത് ബാത്തിലാണ് ഖത്അൻ നിലക്ക്. കമാ സയത്തി, അത് ശേഷം ഷാരിഹ് സമർത്ഥിക്കുന്നുണ്ട്. ഇദാന്റെ മാനാക്കും മുസദ്ദഖ് ബിഹി എന്നുള്ള മാനാക്കും രണ്ട് മാനാക്കുള്ള തസ്ദീഖില് ഹല്ലിന്റെ ഹാസിൽ നടക്കും എന്ന് ബയാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിലേക്ക് നോക്കലുകൊണ്ട് മുഹസ്സലയിൽ നടക്കൂല എന്നുള്ള നിലക്ക് മുസദ്ദഖ് ബിഹിന്റെ മാനാക്കുള്ള തസ്ദീഖ് കൊണ്ട് ശുബ്ഹനെ തഈനാക്കൽ ശരിയല്ല. വൈൻകാന, ഇനി തഈനാക്കലായാൽ മുസദ്ദഖ് ബിഹിന്റെ മാനാക്കുള്ള തസ്ദീഖ് കൊണ്ട് ശുബ്ഹൻ കൊണ്ടുള്ള ഖൗലിനെ തഈനാക്കലായാൽ ബിന്നദരി ഇലാ അന്ന ബഅദ അൽഫാദിൽ ഹല്ലി, നോക്കലുകൊണ്ടായാൽ. എന്തിലേക്ക് നോക്കി? ഇലാ അന്ന ബഅദ അൽഫാദിൽ ഹല്ലി, ഹല്ലിൽ പറഞ്ഞ ലഫ്ളുകളിൽ നിന്ന് ചിലത്, ഹല്ലിൽ പറഞ്ഞ ലഫ്ളുകളിൽ നിന്ന് ചിലതാകുന്നത് ആബിൻ, അത് വിസമ്മതിക്കുന്നതാണ്, അൻഹു, അത് വിലങ്ങുന്നതാണ്, അൻഹു, ആരത്തൊട്ട്? പിന്നെ നഫ്സു തസ്ദീഖിന്റെ മാനാക്കുള്ള നഫ്സു തസ്ദീഖിന്റെ മാനാക്കുള്ള തസ്ദീഖിനെ ഇത്തിബാർ ചെയ്തുകൊണ്ട് ശുബ്ഹ നടക്കലിനെ തൊട്ട് തടയുന്നതാണ് എന്നതിലേക്ക് നോക്കിക്കൊണ്ടാണെങ്കിൽ, അഥവാ ഹല്ലിൽ പ്രയോഗിച്ച ചില പ്രയോഗങ്ങൾ അത് പിന്നെ ഫതഫാവുതുഹുമാ കതഫാവുത്തിൻ നൗമി വൽ യഖ്ള, തസവ്വുർ തസ്ദീഖിന്റെ അടുക്കുള്ള തഫാവുത്ത് നൗമി യഖ്ളത്തിന്റെ അടുക്കുള്ള തഫാവുത്താണ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം പ്രയോഗങ്ങൾ, അത്തരം അൽഫാദുകൾ അത് കുൻഹു തസ്ദീഖിന്റെ പിന്നെ പരിഗണിക്കൽ കൊണ്ട് ഉണ്ടാവൂല, നടക്കൂല. കുൻഹു തസ്ദീഖിനെ പരിഗണിക്കൽ കൊണ്ടുള്ള ശുബ്ഹ തഖ്രീറാക്കുന്നതിൽ നടക്കൂല എന്നതിലേക്ക് നോക്കിയാണെങ്കിൽ എന്നാ പിന്നെ എന്ത് ചെയ്താൽ മതിയല്ലോ? ഹല്ല് ആ ലഫ്ള് ഒഴിവാക്കി പറഞ്ഞാൽ മതിയല്ലോ. വൈൻകാന, ആ തഈനാണെങ്കിൽ മുസദ്ദഖ് ബിഹിന്റെ മാനാക്കൊണ്ടുള്ള തസ്ദീഖ് കൊണ്ട് ശുബ്ഹനെ തഈനാക്കുന്നതിലുള്ള ഖൗല്, ശുബ്ഹയുള്ള ഖൗലിനെ തഈനാക്കലാണെങ്കിൽ
بالنظر إلى أن بعض ألفاظ الحل آبن عنه ഹല്ലിന്റെ അൽഫാദിൽ നിന്ന് ചിലത് അതിനെ തൊട്ട് തടയും. നഫ്സു തസ്ദീഖിനെ ഇത്തിബാർ ചെയ്തുകൊണ്ട് ശുബ്ഹനെ നടത്തുന്നതിനെ തൊട്ട് തടയും എന്നതുകൊണ്ടാണെങ്കിൽ തൈനാക്കൽ ഫക്കാനൽ അൻസബു ഏറ്റവും അനുയോജ്യമായതായിരുന്നു അൽ മുസന്നിഫിന്റെ മേൽ അല്ലായത് കുറഹു ആ ബഅദുൽ അൽഫാദിനെ പറയാതിരിക്കലായിരുന്നു. ആ ലഫ്ദ് പറയാതിരുന്ന മതിയല്ലോ, പിന്നെ രണ്ടിൽക്കുമല്ലോ. ഔ യു അവ്വിലഹു അല്ലെങ്കിൽ ആ ബഅദുൽ അൽഫാദിനെ തഅ്വീൽ ചെയ്യലായിരുന്നു അൻസബ്. എങ്ങനെ? അത് ഇന്ന തഖ്ദീർ അനുസരിച്ചാണ് ഇത് എന്ന് പറയാം. അപ്പോ പിന്നെ ഫത്തഫാവുത്തുഹുമ എന്നിട്ട് ഫത്തഫാവുത്തുഹുമ കതഫാവുത്തിൻ നൗമി വൽ യഖ്ളത്തി എന്നിട്ട് അല ഇത്തിബാരി പിന്നെ തസ്ദീഖ് ബിമാനൽ മുസദ്ദഖ് ബിഹിനോ എന്നൊക്കെ തഅ്വീൽ ചെയ്തിട്ട് അതുകൊണ്ട് അതിനെ അങ്ങനെ തഅ്വീൽ ചെയ്തുകൊണ്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ആ ഇത്തിബാർ കൊണ്ട് അങ്ങനെ പറയും. ഔ യുഅവ്വിലുഹു വയുബയ്യിനൽ ജവാബ അനി തഖ്രീറൈനി എന്നിട്ട് രണ്ട് തഖ്രീറിനെ തൊട്ട് ജവാബ് കൊടുക്കലുമായിരുന്നു ഏറ്റവും നല്ലത്. لئلا يكون ويبين الجواب على التقريرين രണ്ട് തഖ്രീർ അനുസരിച്ചും ജവാബിനെ ബയാനാക്കലുമായിരുന്നു നല്ലത്. രണ്ട് തഖ്രീർ എന്നാൽ മുസദ്ദഖ് ബിഹി എന്നുള്ള മാനാക്കും നഫ്സു തസ്ദീഖിന്റെ മാനാക്കും ഉള്ള തഖ്രീർ. രണ്ട് തഖ്രീർ അനുസരിച്ചും ജവാബ് കൊടുക്കുക. لئلا يكون മൂജിബൻ لئلا يكون ആ ഹല്ല് ആകാതിരിക്കാൻ വേണ്ടി മൂജിബല്ലിൽ വഹ്മി ബിൽ ഇഖ്തിസാസ് കൊണ്ട് തോന്നിപ്പിക്കലിനെ നിർബന്ധമാക്കുന്നതാവാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു തഖ്രീർ കൊണ്ട്, അതായത് മുസദ്ദഖ് ബിഹിന്റെ മാനാക്കുള്ള അതിനെ പരിഗണിക്കൽ കൊണ്ടുള്ള തഖ്രീർ കൊണ്ട് ഇഖ്തിസാസ് ആകലിനെ പ്രത്യേകമാകലിനെ തോന്നിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനെ തോന്നുന്ന വിധാനം ഇപ്പം ഉണ്ടായത് അതില്ലാതിരിക്കാൻ വേണ്ടി രണ്ടിനെ തൊട്ടും രണ്ട് തഖ്രീറിനെ തൊട്ടും ജവാബിനെ ബയാൻ ചെയ്യലായിരുന്നു നല്ലത്. ഏത് സ്ഥിതിയിൽ ഗൈറു മുഖ്തസിൻ ആ ഹല്ല് ഒന്നുകൊണ്ടല്ല എന്തല്ല മുഖ്തസല്ല ആ സ്ഥിതിയിൽ ഒന്നുകൊണ്ട് ഇഖ്തിസാസ് ആകലിനെ തോന്നിപ്പിക്കൽ ഇല്ലാതിരിക്കാൻ രണ്ടിനെ തൊട്ടും ജവാബിനെ തഖ്രീറാക്കാൻ ബയാനാക്കായിരുന്നു നല്ലത്. വലിൽ അഅദാരിൽ ബാരിദത്തി മജാലുൻ വസീഅ വലിൽ അഅദാരിൽ ബാരിദത്തി തണുത്ത ഉദർ പറയലുകൾക്കുണ്ട്. ഇങ്ങനെ മുസന്നിഫ് ഇങ്ങനെ ഇഖ്തിസാക്കാൻ ഇങ്ങനെ ഉദറുണ്ട് അങ്ങനെ ഉദറുണ്ട് പലരും ഉദർ ബോധിപ്പിച്ചിട്ടുണ്ട്, ഉദർ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തണുത്ത ഉദറുകളാണ്. അങ്ങനത്തെ ഉദറുകൾക്കുണ്ട് മജാലുൻ വസീഉൻ വിശാലമായ ചാൻസ് ഉണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമല്ല. അപ്പൊ അങ്ങനെ ഇഖ്തിസാസാക്കാതിരിക്കുകയായിരുന്നു നല്ലത് എന്നാണ് പറഞ്ഞത്. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.